കുറ്റം ചെയ്യുന്നവരെ 4 ചുവരുകൾക്കുള്ളിൽ അടച്ചിടുക എന്ന പരമ്പരാഗത ശിക്ഷാരീതികളിൽ നിന്ന് ആധുനിക നിയമവ്യവസ്ഥകൾ ക്രമേണ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിയെ കേവലം തടവിലിടുന്നത് വഴി സമൂഹത്തിന് എന്ത് ഗുണമാണ് ലഭിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായാണ് ബദൽ ശിക്ഷാരീതികൾ അഥവാ റീസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന ആശയം. ഗതാഗത നിയമ ലംഘനങ്ങൾ പോലെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് തടവ് ശിക്ഷ നൽകുന്നതിന് പകരം കുറ്റവാളികളെ കൊണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമായ ജോലികൾ ചെയ്യിക്കുക എന്ന വിപ്ലവാത്മകമായ തീരുമാനത്തിലൂടെ കുവൈറ്റ് ഇപ്പോൾ ലോകത്തിന് തന്നെ ഒരു പുതിയ പരിഷ്കരണ മാതൃക കാണിച്ചു തരികയാണ്. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ് കുവൈറ്റിന്റെ ഗതാഗത നിയമങ്ങളെ കൂടുതൽ മാനുഷികവും അതേസമയം സാമൂഹിക പ്രതിബദ്ധതയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ജയിൽവാസത്തിന് പകരം പരിസ്ഥിതി സംരക്ഷണവും പൗരധർമ്മവും മുൻനിർത്തിയുള്ള ബദൽ ശിക്ഷകളാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത്. ഈ മാറ്റം കേവലം നിയമത്തിലെ അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് കുറ്റകൃത്യങ്ങളെയും അവയ്ക്കുള്ള ശിക്ഷകളെയും നോക്കിക്കാണുന്ന ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ പ്രതിഫലനമാണ്. കുവൈറ്റിന്റെ പുതിയ ഗതാഗത നിയമപ്രകാരം നിയമലംഘകർക്ക് പരമ്പരാഗത തടവ് ശിക്ഷയ്ക്ക് പകരമായി കോടതികളുടെ വിവേചനാധികാരത്തിൽ കമ്മ്യൂണിറ്റി സർവീസ് അഥവാ സാമൂഹിക സേവനം അനുവദിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. ജയിലിലെ ഇടുങ്ങിയ സെല്ലുകളിൽ നിഷ്ക്രിയരായി കാലം കഴിക്കുന്നതിന് പകരം നിയമലംഘനം നടത്തുന്ന വ്യക്തികൾ നാടിന്റെ വികസനത്തിലും ശുചിത്വത്തിലും നേരിട്ട് പങ്കാളികളാകേണ്ടി വരും. ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പട്ടികയിൽ വളരെ വിപുലമായ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൊതുസ്ഥലങ്ങളിൽ മരം നടീൽ, പരിസ്ഥിതി ശുചീകരണം, പൊതു പാർക്കുകളുടെ പരിപാലനം എന്നിവ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. കുവൈറ്റ് പോലെയുള്ള കടുത്ത ചൂടുള്ള ഒരു ഗൾഫ് രാജ്യത്ത് മരം നടീലും പച്ചപ്പ് വർദ്ധിപ്പിക്കലും വലിയൊരു പ്രതിരോധ പ്രവർത്തനമാണ്. ഇതുകൂടാതെ നഗരങ്ങളിലെ മാലിന്യം നീക്കൽ, ഖബർസ്ഥാനുകൾ ക്രമീകരിക്കൽ, മയ്യത്ത് സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹായിക്കൽ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ സഹായ വിതരണം എന്നിവയും ഈ ശിക്ഷാപരിധിയിൽ വരുന്നുണ്ട്. വിശ്വാസപരമായ ഇടങ്ങളിൽ അതായത് മസ്ജിദുകളിൽ വിശുദ്ധ ഖുർആൻ കോപ്പികൾ കൃത്യമായി ക്രമീകരിക്കുക, സർക്കാർ സംവിധാനങ്ങളെ സഹായിക്കുന്നതിനായി വൈദ്യുതി മീറ്റർ വിവരങ്ങൾ രേഖപ്പെടുത്തുക, പൊതുവഴികളിലെ ഫുട്പാത്തുകൾ പെയിന്റ് ചെയ്യുക, ട്രാഫിക് സൈൻ ബോർഡുകൾ യഥാസ്ഥാനങ്ങളിൽ ക്രമീകരിക്കുക തുടങ്ങിയ പൗരധർമ്മപരമായ ജോലികളും ബദൽ ശിക്ഷയുടെ ഭാഗമായി നൽകാം. ഇത്തരം ശിക്ഷകൾ കുറ്റവാളിയുടെ പ്രൊഫഷണൽ യോഗ്യതകൾക്കും കഴിവിനും അനുസൃതമായി പരമാവധി 1 വർഷം വരെ നീണ്ടു നിൽക്കാവുന്നതാണ്. ദിവസേന 8 മണിക്കൂർ വരെ പ്രതിഫലമില്ലാതെ നിർബന്ധിത സേവനമാണ് ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത്. കുറ്റവാളിയുടെ കഴിവും വിദ്യാഭ്യാസവും നോക്കി അതിനനുസരിച്ചുള്ള തസ്തികകളിലേക്ക് അവരെ നിയോഗിക്കാൻ ജഡ്ജിമാർക്ക് നിയമം അധികാരം നൽകുന്നുണ്ട് എന്നത് ഈ പരിഷ്കാരത്തിന്റെ പ്രായോഗികത വർദ്ധിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിയമത്തിലേക്ക് കുവൈറ്റ് ഭരണകൂടം എത്തിയത് എന്നത് നിയമവിദഗ്ധരും സമൂഹവും ഒരേപോലെ ചർച്ച ചെയ്യുന്ന ഒന്നാണ്. സാധാരണയായി ട്രാഫിക് നിയമലംഘനങ്ങൾ പോലെയുള്ള ലഘുവായ കുറ്റകൃത്യങ്ങൾക്ക് ആളുകളെ ജയിലിൽ അടയ്ക്കുമ്പോൾ അത് അവരുടെ കുടുംബജീവിതത്തെയും ഔദ്യോഗിക ജീവിതത്തെയുമാണ് കടുത്ത പ്രതിസന്ധിയിലാക്കുന്നത്. ജയിലിലെ കടുത്ത അന്തരീക്ഷം പലപ്പോഴും സാധാരണക്കാരായ വ്യക്തികളിൽ കൂടുതൽ ക്രിമിനൽ മനോഭാവം വളർത്താനേ ഉപകരിക്കൂ എന്ന് മനഃശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നു. കൂടാതെ ജയിലുകളിൽ തടവുകാരുടെ എണ്ണം വർദ്ധിക്കുന്നത് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയും ഭരണപരമായ പ്രതിസന്ധികളും സൃഷ്ടിക്കാറുണ്ട്. തടവുകാർക്ക് വേണ്ടിയുള്ള ഭക്ഷണം, സുരക്ഷ, താമസം എന്നിവയ്ക്കായി നികുതി പണം ചെലവഴിക്കുന്നതിന് പകരം അവരെ കൊണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമായ പണികൾ ചെയ്യിക്കുന്നത് സാമ്പത്തികമായി വലിയൊരു നേട്ടമാണ്. ശിക്ഷകളിൽ ഇളവുകൾ വരുത്തുന്നുണ്ടെങ്കിലും നിയമലംഘനങ്ങളെ പിടികൂടുന്ന കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല എന്ന കർശന നിലപാടിലാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ അത്യാധുനിക ക്യാമറകളാണ് നിലവിൽ കുവൈറ്റിലെ റോഡുകളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, അമിത വേഗത, കുട്ടികളെ മുൻ സീറ്റിലിരുത്തുക തുടങ്ങിയ നിയമലംഘനങ്ങൾ 99% കൃത്യതയോടെ ഈ സ്മാർട്ട് ക്യാമറകൾ തിരിച്ചറിയുന്നു. നിയമലംഘനം നടന്ന് 48 മുതൽ 72 മണിക്കൂറിനുള്ളിൽ വാഹന ഉടമയ്ക്ക് ഡിജിറ്റൽ അറിയിപ്പ് ലഭിക്കും. ഇതിനൊപ്പം പുതിയ ട്രാഫിക് നിയമത്തിൽ വലിയ സാമ്പത്തിക പിഴകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് 5 മുതൽ 50 ദിനാർ വരെയായിരുന്ന പിഴാ നിരക്കുകൾ ഇപ്പോൾ 15 മുതൽ 150 ദിനാർ വരെയായി വർദ്ധിപ്പിച്ചു. വാഹനം കണ്ടുകിട്ടുന്ന കാര്യത്തിലും പുതിയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. വാഹനം പോലീസ് യാർഡിലേക്ക് മാറ്റുന്നതിന് പകരം ഫിസിക്കൽ ഇമ്പൗണ്ട്മെന്റ് അഥവാ സ്പെഷ്യൽ ഇമ്പൗണ്ട്മെന്റ് രീതിയാണ് നടപ്പിലാക്കുന്നത്. ഇതിലൂടെ വാഹനത്തിൽ ഒരു ട്രാക്കിംഗ് ഉപകരണം ഘടിപ്പിക്കുകയും വാഹനം നിശ്ചിത പരിധിക്ക് പുറത്തേക്ക് മാറ്റാൻ അനുവാദമില്ലാതാക്കുകയും ചെയ്യും. ഈ വ്യവസ്ഥ ലംഘിച്ചാൽ കനത്ത പിഴയും വാഹനം പൂർണ്ണമായും കണ്ടുകെട്ടലും നേരിടേണ്ടി വരും. സാങ്കേതിക വിദ്യയുടെ ഈ കണിശത നിയമം പാലിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. പുതിയ നിയമം നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു വിമർശനം ഇത് നിയമലംഘകർക്ക് നൽകുന്ന അനാവശ്യമായ ഇളവാണോ എന്നുള്ളതാണ്. കഠിനമായ ശിക്ഷകളില്ലെങ്കിൽ ആളുകൾ നിയമങ്ങളെ ഭയപ്പെടാതെയാകുമെന്നും റോഡ് അപകടങ്ങൾ വർദ്ധിക്കുമെന്നും ചിലർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ വാദത്തിൽ പൂർണ്ണമായ സത്യമില്ല. കാരണം കമ്മ്യൂണിറ്റി സർവീസ് എന്നത് ലഘുവായ ഒരു ശിക്ഷയല്ല. സ്വയം ജോലിക്കും വരുമാനത്തിനും പുറമെ പ്രതിഫലമില്ലാതെ ദിവസേന 8 മണിക്കൂർ കഠിനമായ സാമൂഹിക സേവനം ചെയ്യുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല.
പൊതുജന മധ്യത്തിൽ വെച്ച് ഇത്തരം ജോലികൾ ചെയ്യേണ്ടി വരുന്നത് കുറ്റവാളികളിൽ വലിയ തരത്തിലുള്ള ആത്മപരിശോധനയ്ക്കുള്ള അവസരമൊരുക്കും. കൂടാതെ സ്ഥിരമായി നിയമലംഘനങ്ങൾ നടത്തിയവർക്കോ അശ്രദ്ധമായി വാഹനമോടിച്ച് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നവർക്കോ ഈ ആനുകൂല്യം ലഭിക്കുകയുമില്ല. അത്തരം ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ നേരിട്ട് കോടതിയിലേക്ക് അയക്കുകയും പരമ്പരാഗതമായ കടുത്ത ശിക്ഷകൾക്ക് വിധേയരാക്കുകയും ചെയ്യും. അതിനാൽ നിയമത്തിന്റെ കാഠിന്യം കുറയ്ക്കുകയല്ല, മറിച്ച് ശിക്ഷയുടെ സ്വഭാവം കൂടുതൽ ഫലപ്രദമായ രീതിയിലേക്ക് മാറ്റുകയാണ് കുവൈറ്റ് ചെയ്തിരിക്കുന്നത്. നിയമലംഘനത്തിനെതിരെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ സഹൽ ആപ്ലിക്കേഷൻ വഴി ഡിജിറ്റലായി അപ്പീൽ നൽകാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇത് നിയമത്തിന്റെ സുതാര്യത വർദ്ധിപ്പിക്കുന്നു. പൊതു പങ്കാളിത്തത്തോടെയുള്ള ഈ നിയമപരിപാലന രീതി വരും നാളുകളിൽ കുവൈറ്റിലെ റോഡുകളിൽ കൂടുതൽ സുരക്ഷിതത്വവും സമൂഹത്തിൽ വലിയൊരു പരിവർത്തനവും കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.